നമസ്കാരം. നാടെങ്ങും ഇലക്ഷൻ പ്രചരണത്തിന്റെ ചൂടിലാണ്. നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട് ഒരുപാട് കലാകാരന്മാരായ സ്ഥാനാർത്ഥികളെ. അപ്പോ ഒരു ഗായകനായ സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ പ്രചരണം എങ്ങനെയുണ്ടാവുമെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അന്തിവിണ്ണിലമ്പിളിക്കല തിളങ്ങണുണ്ട് ചങ്കു തൊട്ട് പാട് പൈങ്കിളി. നമ്മൾ നട്ട വെള്ളരിക്കിന വിളഞ്ഞുവാനിൽ ചെഞ്ചുകപ്പ് താരമായടി. നിന്റെ കണ്ണിലെന്റെ കണ്ണിലും നിലാവെളിച്ചമൊന്നുപോലെ തുള്ളി വീണടി. കണ്ണുനീർ തുടച്ചിതാരൊരാൾ കരം പിടിച്ചു നമ്മളെ നടത്തു നിന്നടി. നല്ലതൊന്നും എൻ്റെ കൺമണി അങ്ങനങ്ങ് മണ്ണിൽ നിന്നും മായുകില്ലടി. നല്ലതൊന്നും എൻ്റെ കൺമണി അങ്ങനങ്ങ് മണ്ണിൽ നിന്നും മായുകില്ലടി. ഗൃഹസന്ദർശനത്തിന്റെ തിരക്കിലാണെന്ന് അറിയാം. എന്നാലും 2 നിമിഷം നമുക്ക് വേണ്ടി. അപ്പൊ പ്രിയശേട്ടനെ എനിക്കൊന്നും ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ചുണ്ടയിലാണെങ്കിലും ഇപ്പൊ കോൽവള്ളിയില് അതെ 3-ാം വാർഡില് LDFന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം. എങ്ങനെയുണ്ട് വീടുകളൊക്കെ കയറാൻ തുടങ്ങി? വീടുകളിൽ നിന്ന് നല്ല പ്രതികരണവും നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. പിന്നെ പൊതുവെ നല്ല ഒരു അഭിപ്രായമാണ്. ഇതിപ്പോ എത്ര ദിവസമായി? ഇത് നമ്മളൊരു 5-6 ദിവസമായി നമ്മൾ വീട് സന്ദർശനമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്നു. ആൾക്കാർ വോട്ടർമാരെ കാണുന്നുണ്ട്, വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പം നമ്മള് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന പ്രതികരണം നല്ല മികച്ചതാണ്. പിന്നെ ഈ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ വീടുകളിൽ പോകുമ്പോഴും നമ്മുടെ 3-ാം വാർഡിനെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ചില വോട്ടർമാർ ഉന്നയിക്കുന്നു. കാരണം വികസനത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ, വേണ്ടത്ര രീതിയിലുള്ള വികസനം നമ്മുടെ 3-ാം വാർഡിലേക്ക് എത്തിയോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ആ രീതിയിലുള്ള 1-2 വിമർശനങ്ങൾ നമുക്ക് നേരിടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. പ്രകടന പത്രിക ഉണ്ടല്ലോ, എന്തൊക്കെയാണ്? പ്രകടന പത്രിക പിന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മളത് പുറത്തിറക്കും. മറ്റൊന്നുമില്ല, കൂടുതലായിട്ട് അതിനെ നമ്മൾ അക്കമിട്ട് നിരത്തിയിട്ടുള്ള ഒന്നുമില്ല. നമ്മൾ 3-ാം വാർഡിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ, ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അതിനായിരിക്കും മുൻതൂക്കം. അത്രയും. എങ്ങനെയുണ്ട് പ്രിയശേട്ടനോടുള്ള? നന്നായി പോകുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല പ്രതികരണമാണ് ഓരോ കുടുംബങ്ങളിലും ലഭിക്കുന്നത്. നല്ല ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുന്നത്. വിജയപ്രതീക്ഷ നല്ല 100% വിജയപ്രതീക്ഷ. കോൺഗ്രസ് ആണല്ലോ ഇപ്പം ഇവിടെ ഈ വാർഡ് ഭരിക്കുന്നത്. എന്തായാലും ഒരു നല്ല മത്സരം തന്നെ ആയിരിക്കുമല്ലോ ഇവിടെ ഉണ്ടാവുക. തീർച്ചയായിട്ടും നല്ലൊരു അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു വിഹിതം അതിൻ്റെ അർഹിച്ച വിഹിതം വാങ്ങാത്ത ഒരു കുറവുണ്ട്, വികസനത്തിൻ്റെ കുറവുണ്ട്. എങ്കിലും ഒരു പക്ഷപാതവും കാണിക്കാത്ത രീതിയിൽ നമ്മുടെ വാർഡിലേക്ക് അടക്കം പഞ്ചായത്തിൻ്റെ വികസനം എത്തിയിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇനിയും നമ്മുടെ വാർഡിൽ നടക്കാനുണ്ട്. പല കുടുംബങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അസ്വാരസ്യം ഈ പഞ്ചായത്ത് മെമ്പറിനെ പറ്റി വ്യക്തിപരമായിട്ടുള്ള നേടിയെടുക്കാത്തതിൻ്റെ ഒരു പ്രയാസം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ ഈ 5 വർഷക്കാലം നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഈ ത്രിതല പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ വാങ്ങിയെടുക്കുന്നതിന് കുറേ ഏറെ പ്രയാസം ഈ വാർഡ് തലത്തിൽ വാങ്ങിയെടുക്കാൻ പ്രയാസമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ വികസനം നിർവഹിച്ച ഈ വാർഡിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൊതുപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നമുക്ക് MLAയുടെ നിന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അടക്കം വികസന പ്രവർത്തനങ്ങൾ ഇതിൻ്റെ വിഹിതം ഈ വാർഡിൽ നമുക്ക് പൊതുപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നമുക്കിവിടെ CPMൻ്റെ നേതൃത്വത്തിൽ നമുക്കിവിടെ വാർഡിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. MLAയുടെ ഫണ്ടടക്കം നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഇത്തവണ വാർഡ് കൂടി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, ഈ വാർഡ് നമുക്ക് പൊതുജനങ്ങൾ ഇവിടെയുള്ള കുടുംബങ്ങൾ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഭരണ തുടർച്ച വരുന്ന ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തും അതോടൊപ്പം തന്നെ തുടർച്ച വരുന്ന കേരള സർക്കാരിൻ്റെയും 3-ാം പിണറായി സർക്കാരിൻ്റെയും അടക്കം നമുക്ക്
ആ ഒരു ഗുണകരമായിട്ടുള്ള മാറ്റം നമ്മുടെ വാർഡിൽ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ മമ സഖി നീ എന്നു വന്നു ചേരും മനതാരിൽ മാറിക്കാൻ മൂടിക്കഴിഞ്ഞല്ലോ മമ സഖി എന്നേ വന്നു ചേരും ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താൻ ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചോദിക്കുവാൻ. മലയോര മേഖലയിൽ ചെറുപുഴയുടെ മണ്ണിൽ പ്രിന്റിംഗ് മികവുമായി നിറസാന്നിധ്യമായി 8ാം വർഷത്തിലേക്ക് സിനായി പ്രിന്റേഴ്സ് ആൻഡ് സ്റ്റേഷനറി. ഓഫ്സെറ്റ് പ്രിന്റിംഗ്, ഡിജിറ്റൽ പ്രിന്റിംഗ്, ബാനർ പ്രിന്റിംഗ് എന്നീ പ്രിന്റിംഗ് മേഖലയിൽ കാലത്തിനൊത്ത അപ്ഡേറ്റുമായി ഏറ്റവും നൂതന മെഷീനറീസുമായി തേരോട്ടം തുടരുന്നു. സിനായി പ്രിന്റേഴ്സ് ID കാർഡ്, വെഡ്ഡിംഗ് കാർഡ്, മഗ് പ്രിന്റിംഗ്, ഫോട്ടോ ഫ്രെയിം എന്നിവ നിങ്ങളുടെ കൈകളിലേക്ക് കാലതാമസം കൂടാതെ സിനായി പ്രിന്റേഴ്സ് ഒരുക്കുന്നു. പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്നും ഒരു മുതൽക്കൂട്ടായി സിനായി പ്രിന്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. നാളിതുവരെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി.